അടിപൊളി റെസിപ്പിയാണ്. അടിപൊളി മാത്രമല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാമേ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ബ്രെഡ് ബനാന ടോസ്റ്റ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണിത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബനാന നമ്മുടെ ഏത്തക്കയൊക്കെ ഒന്ന് വരട്ടിയെടുക്കണം. അതിനായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഉരുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ നെയ്യിലേക്ക് നമുക്ക് 2 ഏത്തക്ക ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പ് തേങ്ങ ചെറുകിയതോടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് 2 മുട്ട കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബൗളിലേക്ക് 2 മുട്ട ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു തവി എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും വെച്ചില്ലെങ്കിൽ വിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിനാണ് ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ 4 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം, പരത്തിയെടുക്കാം നമുക്ക്. അതുണ്ടോ, നമ്മൾ ബ്രെഡ് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെഡിന് അല്ലേ. അപ്പൊ ഇതിനുള്ളിലേക്കാണ് നമ്മൾ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഫില്ലിംഗ് ഒന്നും വേണ്ട കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ബ്രെഡ് ചെറിയൊരു ബ്രെഡ് അല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൊക്കെ ഒന്ന് മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ചോ ഇനി അതല്ല സ്പൂൺ വെച്ച് ചെറുതായിട്ട് ഒഴിച്ചാലും മതി, അതല്ല കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. സൈഡിൽ ഇങ്ങനെ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് അതിന്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക, എന്നിട്ട് അടുത്ത വശം അതിന്റെ മുകളിലേക്ക് വെക്കുക. അങ്ങനെ 2 വശത്തും ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മുടെ ബ്രെഡ് എല്ലാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പാൻ ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വളരെ കുറച്ച് നെയ്യ് മതിയാവും കേട്ടോ. നമുക്ക് എല്ലാത്തിനോട് കുറച്ച് നെയ്യ് മതിയാവും, ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മുട്ടയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇരുവശവും എല്ലാ വശവും ഒരുപോലെ മുക്കിയെടുക്കണം കേട്ടോ മുട്ടയിലെ. ഇനി നമുക്ക് നെയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എല്ലാ വശവും ഒന്ന് മൊരിച്ചെടുക്കാം. ഒരുപാട് നേരം ഒന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് സമയം മാത്രം മതി. ഏകദേശം ഒരു 1.5 മിനിറ്റ് ധാരാളമാണ്. അതിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പൊ അതേ കണ്ടില്ലേ, 2 സൈഡ് ഞാൻ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരുത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങിയില്ലേ, ഗോൾഡൻ ബ്രൗൺ കളർ. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം.
അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബനാന ടോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. കുട്ടികളുടെ ഒരു ഇഷ്ട വിഭവമാണ് കേട്ടോ. അപ്പം വൈകിട്ടാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.